പൊറോരായിട്ടാണ്. എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് തന്നെ. പറയാനല്ല, ഒരു വീഡിയോ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ എൻ്റെ ഒരു സേഫ്റ്റിക്ക്. ഞാൻ കഴിഞ്ഞ നവംബർ 13 വയലാശ്ശേരി അർജുൻ എന്ന് പറഞ്ഞ ആന അഴിച്ചായിരുന്നു. അപ്പൊ ഇതിന്റെ വലത്തെ സൈഡിൽ നഖത്തിന്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു വാതരോഗം ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കാര്യങ്ങളോ വാതരോഗമൊന്നും അല്ലായിരുന്നു. നമ്മൾ മരുന്ന് ചെയ്തത് മാറ്റാവുന്ന വാതരോഗമായിരുന്നു. എല്ലാവരും കണ്ടാൽ നമ്മൾ ആന അഴിച്ച് വഴിയടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോയ ആനയാണ്. അതിനിടയ്ക്ക് ഉടമസ്ഥന്മാർ തിരുവനന്തപുരത്തു നിന്ന് പാതരോഗം മാറ്റാനെന്ന് പറഞ്ഞൊരു ഡോക്ടറെ കൊണ്ടുവന്ന് ആനയുടെ അമരത്തിന്റെ സൈഡ് കംപ്ലീറ്റ് ചെത്തി കുഴിച്ച് അതിൻ്റെ ഒരു നഖവും ചെത്തിക്കളഞ്ഞ് ആകെ വീറുതായിട്ട് ആനയ്ക്ക് ഇപ്പം നടക്കാനും മേല, എടുക്കാനും മേല, പുറത്തോട്ട് പോലും ഇറക്കാൻ മേലാത്തൊരവസ്ഥ നിൽക്കും. ഞാനിവിടെ വെറും 300 രൂപ ചിലവാശും 10,000 ശമ്പളവും പറഞ്ഞിട്ടാണ് എന്നോട് കൊണ്ടുവന്നത്. കാരണം പരിപാടി ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ ശമ്പളവും ചിലവാശൊന്നും പറയാൻ നിന്നില്ല. പക്ഷെ ഇപ്പം പരിപാടിക്കും പോകാൻ മേല, പുറത്തോട്ടും പോകാൻ മേലത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ആന നിൽക്കുന്നത്. അപ്പം ഇത് എൻ്റെ ഭാഗത്ത് യാതൊരു കംപ്ലൈൻറ്റോ തെറ്റുകളോ ഒന്നുമില്ല. ഞാനിത് എടുത്ത് വെക്കണം എന്ന് വെച്ചാൽ നാളൊരു കാലത്ത് എനിക്കൊരു ഭീഷണി ആയാൽ എനിക്ക് തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്ത് വെക്കുന്നത്. അല്ലാണ്ട് വേറെ എനിക്ക് ഉദ്ദേശങ്ങളൊന്നുമില്ല. അപ്പം അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആനയുടെ അവസ്ഥ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ വയലാശ്ശേരി അർജുനും പാദരോഗം തുടർന്ന് അതിൻ്റെ കാലൊക്കെ കീറി മുറിച്ച് ഉടമകൾ ഏതോ ഡോക്ടറെ കൊടുന്ന് കാലൊക്കെ കീറി മുറിച്ച് ആനയ്ക്ക് നടക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ആനയുടെ പാപ്പാനായിട്ടുള്ള തുറവൂർ രാജേഷ് തന്നെ പറയുന്നത്. വീണ്ടും നമുക്കൊരു എന്താ പറയുക, ഗജനിരയെ തന്നെ ഇങ്ങനെയുള്ള ഓരോ നോട്ടപ്പശക് കാരണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എല്ലാ ആനപ്രേമികളും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗജസമ്പത്തിനൊക്കെ സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഒരു ആനയ്ക്ക് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കാതിരിക്കുക. നമ്മുടെ അയ്യപ്പൻ്റെ കേസായി കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് ഉമാമഹേശ്വരനായാലും എല്ലാം ഇത്തരത്തിൽ ഓരോ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അയ്യപ്പൻ്റെ കേസിലും ഇതേമാതിരി വാതരോഗം തന്നെയായിരുന്നു, ചെറിയൊരു വാതരോഗം. അതിനെ തുടർന്ന് ആ ടൈമിലാണ് ശശിയേട്ടൻ്റെ ചുമതല മാറ്റം. അതിൽ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ് അയ്യപ്പനിൽ ഇങ്ങനെ സംഭവിച്ചത്. അതേപോലെയാണ് ഇപ്പോൾ ഉമാമഹേശ്വരനും അതേമാതിരിയുള്ള ചട്ടക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതുകൊണ്ടാണ് ആനേനെ ബാനാക്കിയത്. അപ്പോൾ ഇനി അടുത്തത് വയലാശ്ശേരി അർജുനിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു ആനയാണ്. നല്ല എഴുന്നള്ളിപ്പുകളും നല്ല പരിപാടികളൊക്കെ എടുത്തിരുന്ന ആനയാണ്. അപ്പോൾ പാപ്പൻ തന്നെ പറയുന്നു പരിപാടികളൊക്കെ എടുക്കുന്ന ആനയെ കൊണ്ടാണ് കുറഞ്ഞ ശമ്പളത്തിൽ ആൾ ഏറ്റത് എന്ന് പറയുന്നത്. ഇപ്പോൾ ആനേനെ പുറത്തേക്ക് ഇറക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയൊരു ആനയ്ക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക.